ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒരുപാട് യാത്രാ വീഡിയോസ്, ഭക്ഷണ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ പ്രേക്ഷകർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ ഏത് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്? ചിലപ്പോൾ രാത്രി വീഡിയോസ്, ഭക്ഷണങ്ങളൊക്കെ വളരെ നന്നാവാറുണ്ട്, ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പല ക്യാമറകളും യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്യാമറ എന്റെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുകയാണ്. അതാ നമ്മുടെ ക്യാമറ വന്നു കഴിഞ്ഞു. കണ്ടില്ലേ, നിക്കോൺ Z30. ഈ ക്യാമറയിലാണ് നമ്മൾ ഈ അടുത്തിടെ ഷൂട്ട് ചെയ്ത ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. വളരെ വില കുറവാണ് കേട്ടോ. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, മൊബൈൽ എടുത്താൽ പോരൊക്കെ അടിപൊളിയല്ലേന്ന്. മൊബൈൽ അടിപൊളിയൊക്കെ തന്നെയാണ്, പക്ഷെ മൊബൈലിന്റെ സെൻസർ വളരെ ചെറുതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിന്റെയൊക്കെ സെൻസർ വലുതാണ്. ലോ ലൈറ്റ് പെർഫോമൻസ് അടിപൊളിയാണ്. വളരെ, അതായത് ഒരു മൊബൈൽ മേടിക്കുന്ന പൈസേനേക്കാളും കുറവില്, ഏതാണ്ട് ഞാനിത് മേടിച്ച സമയത്ത് 70,000 രൂപയായിരുന്നു. ഇപ്പൊ വില കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 8 മാസം ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഓരോ വീട്ടിലും, കേരളത്തിൽ നിന്ന് ഓരോ വീട്ടിലും ഓരോ ചാനൽ എന്നുള്ള അവസ്ഥയിലാണ് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ പോകുന്നത്. ആ നിലക്ക് നല്ല ക്വാളിറ്റി വീഡിയോസ് എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ക്യാമറയാണ് ഈ നിക്കോൺ Z30 കേട്ടോ. നിക്കോൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്യാമറ മാത്രമാണ് അവരുടെ ഫോക്കസ്. അപ്പോൾ ആ കമ്പനി ഇറക്കുന്ന ഒരുപാട് ലെൻസുകൾ ഇതിനോട് നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത കേട്ടോ. മറ്റ് കമ്പനികളുടെ ക്യാമറയിലൊക്കെ പോകുമ്പോൾ അതിനൊക്കെ ഭയങ്കര വെയിറ്റ് ആണ്, ബോഡി വെയിറ്റ് ഒക്കെ. പക്ഷെ ഇതൊക്കെ കണ്ടില്ലേ, ഇതുപോലെ ഒറ്റ കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് അതിമനോഹരമായിട്ടുള്ള വീഡിയോസ് തയ്യാറാക്കാം. എങ്ങനെ വേണമെങ്കിലും, വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എനിക്കിത് ഇഷ്ടമാകാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ വില കുറവാണ്. ഇത്രയും കുറഞ്ഞ വിലയിൽ നിക്കോണിന്റെ ഒരു ക്യാമറ, ഒപ്പം തന്നെ എത്ര വില കൂടിയ ലെൻസുകളും ആഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും സന്തോഷമായത്. കാരണം സാധാരണ നമ്മൾ അങ്ങനെ നോക്കണമെങ്കിൽ മണിക്കൂറുകളൊക്കെ കൊണ്ട് എടുക്കണമെങ്കിൽ മൊബൈലൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറ്. പക്ഷേ ഈ ക്യാമറ കണ്ടതിന് ശേഷം ഞാൻ പക്ഷെ പരമാവധി ഇതിലേക്ക് കയറി എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഫോട്ടോഗ്രാഫി, നൈറ്റൊക്കെ പോയിട്ട് എടുത്ത ധാരാളം ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റയിലും മറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വൈറലായിട്ടുള്ളൊരു വീഡിയോ, പാതിരാത്രിയിലെ പൊറോട്ട. രാത്രി 12 മണിക്ക് പോയി തുറക്കുന്നൊരു ഷോപ്പിൽ പോയിട്ട് 2 മണിക്കൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ ഇതിലെടുത്തത് കേട്ടോ. അപ്പോൾ ധൈര്യസമേതം ലോ ലൈറ്റിലൊക്കെ എടുക്കാം. നല്ല പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ 4K റെസൊല്യൂഷനിൽ 30 ഫ്രെയിമിൽ നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി വിഷ്വൽസ്, അത് നൈറ്റ് ആയിക്കോട്ടെ ഡേ ആയിക്കോട്ടെ. പിന്നെ ക്യാമറയെ കുറിച്ച് കൂടുതൽ അറിയാത്തവർക്ക് സെറ്റിങ്സിന്റെ പിന്നാലൊക്കെ പോയി വറിയിടൊന്നും ആവണ്ട. ഓട്ടോ മോഡിലേക്ക് തിരിച്ചിട്ട് എങ്ങനെ എടുക്കാൻ പറ്റും? ഞാൻ പരമാവധി ഓട്ടോ മോഡിൽ തന്നെയാണ് എടുക്കാറ്. അപ്പോൾ നമ്മൾ ഓരോ ലൈറ്റും നോക്കി പോകേണ്ട കാര്യമില്ല. ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരു 70,000 ബഡ്ജറ്റിനകത്തൊരു നല്ല ക്യാമറ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് റെക്കമെൻഡ് ചെയ്യണം കേട്ടോ. ഒന്നും പറയാനില്ല. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അതിൻ്റെ പേര് തന്നെ ഇത്രയും പറയുന്നത്. ഇത് മേടിച്ചപ്പം തന്നെ അല്ല കേട്ടോ. ഇതിപ്പോൾ ബോക്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ 8 മാസം എന്ന് പറഞ്ഞല്ലോ. പക്ഷേ എനിക്ക് വളരെ ഹാപ്പി. എൻ്റെ യാത്രകളൊക്കെ ധൈര്യസമേതം കൊണ്ടുപോകാവുന്ന നല്ല വിശ്വസനീയമായിട്ടുള്ളൊരു ക്യാമറ. ഞാൻ ഇതിനോടൊപ്പം കിട്ടിയ കിറ്റ് ലെൻസ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഇത്രയും വീഡിയോസ് ഒക്കെ തയ്യാറാക്കിയത്. പിന്നെ ഇത് മേടിച്ചപ്പോൾ ഈ ബോക്സിൽ ക്യാമറ, ലെൻസ്, പിന്നെ ഒരു വൈൽഡ് ക്രാഫ്റ്റ് കമ്പനിയുടെ ഒരു ബാഗും എനിക്ക് ആ സമയത്ത് കിട്ടിയിരുന്നിട്ടാ. ഇപ്പോൾ ഈ ഓഫർ ഉണ്ടോന്ന് അറിഞ്ഞൂടെ, 8 മാസം മുമ്പത്തെ കഥയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസും ഐയൊക്കെ ട്രാക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക വീഡിയോ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ വ്ളോഗേഴ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഐയും ഫേസും തന്നെ അത് ആ ഫോക്കസ് പോകാതെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല വീഡിയോസ് കിട്ടുന്നുണ്ട് കേട്ടോ. വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഒരുപാട് സെറ്റിങ്സ് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് എഡിറ്റിങ്ങിൽ അത്ര നമ്മൾ സ്കില്ലൊന്നും അല്ലാന്ന് വിചാരിച്ചോ, നമുക്ക് പല കളർ ടോണിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് പ്രീസെറ്റ് മോഡുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള ടോണിലേക്കൊക്കെ മാറ്റിയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വളർന്നു വരുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഒപ്പം തന്നെ ഹൈബ്രിഡ് ഓട്ടോ ഫോക്കസ് എന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ ഇതിൻ്റെ മോണോക്രോം പിക്ചേഴ്സിന് നല്ല ഡെപ്ത് ആണ്. നിങ്ങൾക്ക് ഈ ചില ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒറ്റ ബാറ്ററിയിൽ 60-70 മിനിറ്റ് ഷൂട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ബാറ്ററി നന്നായിട്ട് ചാർജ് ചെയ്തിട്ട് വേണം. ഡിസ്പ്ലേ ഒക്കെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാന്നുള്ളത് വലിയ സൗകര്യമാണ്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കണ്ടല്ലോ, ഏത് ഡയറക്ഷനിലും എങ്ങനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് യൂസ് ചെയ്യാന്നുള്ളത് വലിയ സൗകര്യമാണ്. പിന്നെ എന്ന് വെച്ചാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണുള്ളത്. വളരെ എന്താ പറയുക, ഒരു മൊബൈലല്ല, മൊബൈലിനേക്കാളും വെയിറ്റ് ഉണ്ട്. പക്ഷേ വളരെ ഈസി ആയിട്ട്, വളരെ ഹാൻഡി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഭയങ്കര സുഖമാണ്. ഒപ്പം തന്നെ വെച്ചാൽ ഇവിടെ സൈഡിൽ ഇത് കണ്ടില്ല, ഇവിടെ നമുക്ക് USB പോർട്ടൊക്കെ ഉണ്ട്. അതുവഴി കൊടുത്തു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് റെക്കോർഡ് പോകാൻ പറ്റും കേട്ടോ. കണ്ടിന്യൂ റെക്കോർഡിൽ കട്ടായി പോണ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനൊക്കെ ഒരു കഥ പറയാൻ തുടങ്ങുമ്പോൾ 20-40 മിനിറ്റൊക്കെയാണ് കഥ പോകാറ്. ഒരു കുഴപ്പമില്ല, സംഭവം ഉണ്ടാവും. അതായത് ഞാൻ പവർ എക്സ്ട്രാ കൊടുക്കാറ്. അതുപോലെ തന്നെ നല്ല കാർഡ് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ താല്പര്യങ്ങളനുസരിച്ചിട്ട്
നല്ല ലെൻസുകൾ യൂസ് ചെയ്യും. ഇപ്പോൾ വൈൽഡ് ലൈഫിനൊക്കെ പോണവരാണെങ്കിലും വലിയ ലെൻസൊക്കെ കിട്ടും, അടിപൊളിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലക്ഷങ്ങളുടെ ക്യാമറ മേടിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ മുമ്പ് ലെൻസൊക്കെ റെൻറ്റിന് എടുത്തിട്ട് വെച്ചോ. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ക്യാമറയിൽ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നവർക്ക് പ്രത്യേകിച്ചും. അതല്ല, ഇനിയിപ്പോൾ വ്ളോഗിങ്ങും ഇത് മാത്രമല്ല, നിങ്ങൾ ഫാമിലി ആയിട്ട് യാത്രകളും മറ്റൊക്കെ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഇത് റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ. 70,000 രൂപയിൽ താഴെ വിലയിൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ വില കുറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഏതൊരു വിഭാഗം ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക്, തുടക്കക്കാർക്ക് ഇതൊരു അസറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ ഇത് എവിടെ കിട്ടുമെന്ന് ആലോചിക്കേണ്ട, നിങ്ങളുടെ അടുത്തുള്ള എല്ലാ ക്യാമറ ഷോപ്പുകളിലും കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഓൺലൈനിലും കിട്ടും, ഇവരുടെ വെബ്സൈറ്റിലും കിട്ടും കേട്ടോ. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഓടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ പർട്ടിക്കുലർ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കുക. ഞാൻ ഓട്ടോയിലിട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇനി ഇത് മേടിച്ചിട്ടുള്ളവരും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ടെക്നീഷ്യൻസൊക്കെ അതിൻ്റെ ബാക്കപ്പ് കമൻസ് ഒക്കെ നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പോൾ ക്യാമറ നിലവിലുള്ളവർക്കും മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വേണ്ട എല്ലാ സംശയങ്ങൾക്കും ഉള്ള ഉത്തരങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഇടിവിട്ട് കാഴ്ചകളുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. നല്ല അടിപൊളി യാത്രാ വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. 1 മില്യൺ യാത്രയിലാണ്.